ഇപ്പോൾ ബീഹാറിൽ 2019 നിതീഷ് കുമാർ ബി ജെ പിക്കൊപ്പമാണ് മത്സരിക്കുന്നത്, എൻ ഡി എക്കൊപ്പമാണ് മത്സരിക്കുന്നത്. അവിടെ ആകെ 40 സീറ്റാണുള്ളത്. അതിൽ 39 സീറ്റും എൻ ഡി എ പിടിച്ചു 2019. ഓഫ് കോഴ്സ് ഈ ആഫ്റ്റർ ബാലാക്കോട്ട് അങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 39 സീറ്റ് കിട്ടുമ്പോൾ ഏതാണ്ട് 54% വോട്ടാണ് എൻ ഡി എക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെടുന്നത്. 50% മുകളിൽ വോട്ട് നിങ്ങൾക്കൊരു മുന്നണിക്കോ ഒരു പാർട്ടിക്കോ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ സ്വീപ്പിംഗ് വിക്ടറിയാണ്, ഒരു സംശയവും വേണ്ട. അതാണ് നമ്മുടെ ഇലക്ഷൻ ഡാറ്റ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഏതാണ്ട് 22% വോട്ട് നിതീഷ് കുമാറിനുണ്ട്. ആ 22% വോട്ട് കൂടി ഇപ്പുറത്തേക്ക് ചേരുകയാണ്. അതായത് ആർ ജെ ഡിയും കോൺഗ്രസും ലെഫ്റ്റ് പാർട്ടീസും കൂടി ചേരുമ്പോൾ 30% വോട്ടുണ്ട്. 22% വോട്ട് പിന്നെ നിതീഷ് കുമാർ വരുമ്പം 52% വോട്ടായിട്ട് അത് മാറുന്നു. 52% പോൾ ചെയ്തില്ലെങ്കിലും 50% കിട്ടിയാൽ പോലും ഇത് നേരെ തിരിച്ചാണ് സംഭവിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ 40 സീറ്റുള്ള ബീഹാറിൽ തൂത്തുവാരി മഹാഗഠബന്ധൻ വിജയിക്കാം, പ്രത്യേകിച്ച് കാസ്റ്റ് സർവേക്ക് ശേഷമുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം കൂടെ നോക്കുമ്പോൾ. മാത്രമല്ല, ഇന്ത്യ മുന്നണി എന്നൊരു സഖ്യം വളരെ ശക്തമാണെങ്കിൽ വലിയ വിക്ടറി അവിടെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഒരു ചെറിയ ടെൻഷനല്ല ബി ജെ പിക്ക് ഉണ്ടാക്കിയത്. മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ 48 സീറ്റാണ് മഹാരാഷ്ട്രയിലുള്ളത്. 48 സീറ്റിൽ നോക്കൂ, അവിടെ കോൺഗ്രസ്, NCP, അതേപോലെ തന്നെ ശിവസേനയുടെ ഒരു നല്ല ഭാഗം ഇത്രയും നിൽക്കുമ്പോൾ അവിടെ ഒരു 10-30 സീറ്റ് പിടിക്കാവുന്നൊരു സംസ്ഥാനമാണ് ഇന്ത്യ മുന്നണിക്ക്. ഇത് ഈ കണക്കുകൾ നോക്കുമ്പം എവിടെ നോക്കിയാലും, ബംഗാളിൽ നോക്കിയോളൂ. ബംഗാളിൽ കഴിഞ്ഞ പ്രാവശ്യം 22 സീറ്റുണ്ട് മമതാ ബാനർജിക്ക്, 2 സീറ്റ് കോൺഗ്രസിനുണ്ട്, 24 സീറ്റ്. 18 സീറ്റാണ് ആർക്കുള്ളത്? ബി ജെ പിക്കുള്ളത്. ഈ പറഞ്ഞ നേരത്തെ നികേഷ് ചൂണ്ടിക്കാണിച്ച ഈ 30% ന്യൂനപക്ഷ വോട്ട് ആഫ്റ്റർ അയോധ്യ, യാതൊരു സംശയവും വേണ്ട, എൻ ഡി എ എന്ന് പറയുന്ന ഇന്ത്യ ബ്ലോക്ക് ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അത് ഇങ്ങോട്ടേക്ക് കൃത്യമായി പോൾ ചെയ്യപ്പെടും. 42 സീറ്റുണ്ട് ബംഗാളിൽ. ആ 30% വോട്ട് ഒറ്റ മുന്നണിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു 30-35 സീറ്റ് അവിടെ നിന്ന് വരുന്നു എന്നാണ്. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. DMK നമ്മൾ തമിഴ്നാട് എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് 20 സീറ്റ് എങ്ങാണ്ടാണുള്ളത്, അവിടെ 38 സീറ്റോളം ഉണ്ട്. ADMK എന്നൊരു പാർട്ടി അവിടെ ഇല്ലിപ്പം. പിന്നെ BJP ആണ് അവിടെ ഉള്ളത്. കോൺഗ്രസും DMKയും കൂടി സഖ്യമായിട്ട് നിന്നാൽ തമിഴ്നാട്ടിലുണ്ടാക്കാവുന്നൊരു സ്വീപ്പിംഗ് വിക്ടറിയാണ്. ഇങ്ങനെ കണക്കുകൂട്ടി നോക്കുകയാണെങ്കിൽ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ബീഹാർ, മഹാരാഷ്ട്ര, പിന്നെ ജാർഖണ്ഡ് ഓഫ് കോഴ്സ് ഇവരുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുന്നതാണ്, ചെറിയ സംസ്ഥാനമാണെങ്കിൽ പോലും. ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ സഖ്യകക്ഷികൾക്ക് വലിയ വിജയമുണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഇന്ത്യ ബ്ലോക്ക് ഒരു പ്രത്യാശ നൽകിയത് ആ അർത്ഥത്തിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു 150-160 സീറ്റുകളോളം ഈ കക്ഷികൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞത് UP അടക്കമാണ്. UPയിൽ 64 സീറ്റാണ് ആഫ്റ്റർ ബാലാക്കോട്ട് 2019 10 സീറ്റ് അവിടെ BSP നേടി. 5 സീറ്റാണ് ആർക്കുള്ളത്? സമാജ്വാദി പാർട്ടിക്കുള്ളത്. 1 സീറ്റ് കോൺഗ്രസിനുമുണ്ട്. അപ്പോൾ 16 സീറ്റ് ഓൾറെഡി അവിടെ ഉണ്ട്. 64 സീറ്റേ ഉള്ളൂ BJPക്ക്. അയോധ്യ ഒരു വേറൊരു സാഹചര്യമാണ്. ഇപ്പോൾ UP എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും BSPയും SP-യും ഈ പറയുന്ന ഇവർ കോൺഗ്രസും കൂടി ഒരുമിച്ച് വരികയാണ് എങ്കിൽ വേണമെങ്കിൽ ഒരു 10-25 സീറ്റുകൾ ഉണ്ടാകാവുന്നൊരു സ്ഥലമായിരുന്നു UP. ഈ അർത്ഥത്തിൽ ഈ പറയുന്ന സഖ്യകക്ഷികളുമായി നല്ലൊരു ബന്ധമുണ്ടാക്കിക്കൊണ്ട് പരമാവധി വിട്ടുവീഴ്ച ചെയ്യുമെന്ന് പറഞ്ഞ ആ കാര്യം പാലിച്ചുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിടുകയും 190ഓളം സീറ്റുകളിലാണ് BJPയെ നേരിടുന്നത് കോൺഗ്രസ്. ഡയറക്റ്റ് ഫൈറ്റാണ്. 2019 കണക്ക് എത്രയാണെന്നറിയാമോ? 190 BJPയും കോൺഗ്രസും കൂടി ഏറ്റുമുട്ടിയപ്പോൾ 175 സീറ്റിലാണ് BJP വിജയിച്ചത്. 15 സീറ്റാണ്, 5% താഴെയാണ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെ നികേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസ് എവിടെയായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, ഈ രീതിയിൽ ഛത്തീസ്ഗഡിൽ, ഈ പറയുന്ന അവരുടെ സ്വാധീനമുള്ള ഹിമാചൽ പ്രദേശിൽ, ഉത്തരാഖണ്ഡിൽ, ഇത്തരം സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ കോൺഗ്രസ് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, തെലുങ്കാന ഓഫ് കോഴ്സ്, സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ കർണാടക ഓഫ് കോഴ്സ്, ഈ സ്ഥലങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അവരവരുടെ സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും അവർ നേരത്തെ തന്നെ കാൻഡിഡേറ്റുകളെ തീരുമാനിക്കുകയും അവർ പ്രചാരണത്തിൽ മുന്നോട്ട് പോവുകയും ഒക്കെ ചേരുന്നതിൽ കോൺഗ്രസ് നേരിടേണ്ട ഒരു 200 സീറ്റിൽ കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി എന്താ? ഇപ്പോഴും കോൺഗ്രസ് ഈ ആളുകളെയൊക്കെ കൂട്ടി ഞങ്ങൾക്ക് കുറച്ച് വോട്ടിങ് വന്ന് ഞങ്ങൾക്ക് കുറച്ച് സീറ്റ് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴിരിക്കുന്നത്. 52 സീറ്റാണ് ഇപ്പോൾ ഉള്ളത്. ഈ 52 സീറ്റിൽ മേജർ ചങ്കം വന്നിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്. ഇവിടുന്നാണല്ലോ 19 സീറ്റ്, കേരളത്തിൽ നിന്നാണല്ലോ 18 സീറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അപ്പോൾ ഈ അർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജിക്കൽ എറർ സംഭവിച്ചു. യഥാർത്ഥത്തിൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു മുന്നണിയായിരുന്നു ഇന്ത്യ മുന്നണി. വേണമെങ്കിൽ ഒരു 260 സീറ്റ്, 250-260 സീറ്റ് കിട്ടാവുന്നൊരു സാഹചര്യം ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ത്യ മുന്നണി വരികയാണെങ്കിൽ 250 ക്രോസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക ഇന്ത്യ മുന്നണി. പിന്നെ സാഹചര്യം മാറി. പിന്നെ ആരൊക്കെ എവിടെ നിന്നൊക്കെ വരുന്നു എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണല്ലോ ഭരണമാറ്റം ഉണ്ടായിട്ടുള്ളത്. 2004 ആ അത്ഭുതമാണ് സംഭവിച്ചത്. UP എന്ന് പറയുന്ന മുന്നണി ഉണ്ടായത്
ആ അത്ഭുതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് വലിയ മുന്നേറ്റമാണല്ലോ വാജ്പേയിയുടെ സർക്കാർ നടത്തിക്കൊണ്ടിരുന്നത്. കോൺഗ്രസ് എവിടെയും ഉണ്ടായിരുന്നില്ല, പക്ഷേ കോൺഗ്രസ് പെർഫോം ചെയ്തു. കോൺഗ്രസ് പെർഫോം ചെയ്തപ്പോൾ ബാക്കിയുള്ള എല്ലാ കക്ഷികളും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തു. UP എന്നൊരു മുന്നണി ഉണ്ടായി. ആ ഒരു സാഹചര്യം വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരാമായിരുന്നു. അതാണ് ഇല്ലായ്മപ്പെട്ടത്. Meet the editors.